പ്രായം പ്രായം വെച്ച് മുതലെടുക്കുന്ന കുറേ ആളുകളുണ്ട്. അതായത് മറ്റൊന്നുമല്ല, പ്രായമായില്ലേ, പ്രായമായവരല്ലേ, അവരെന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ കേട്ട് മറുപടി പറയുമോ, അതാരെങ്കിലും കാര്യമായിട്ട് എടുക്കുമോ? പ്രായമായവരാകുമ്പോൾ അങ്ങനെയൊക്കെ പറയും, നിങ്ങളതൊന്നും കാര്യമായിട്ട് എടുക്കരുത്, ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ട്. പിന്നെ ഓരോ സന്ദർഭങ്ങളിലും ഇങ്ങനെ പറയാറുണ്ട്. അപ്പം ഞാൻ കരുതുന്നത്, പ്രായം എന്ന് പറയുന്ന ഒരു ലൈസൻസാണോ എന്തും പറയാനുള്ള? ആണോ? അല്ല. ഓർത്ത തിരിച്ചല്ലേ പറയേണ്ടത്. പ്രായമായവർക്കാണ്, അല്ലെങ്കിൽ നമ്മളെക്കാട്ടിലും ഓണമെങ്കിലും കൂടുതൽ ഉണ്ടിട്ടുള്ളവരായിരിക്കുമല്ലോ നമ്മളെക്കാൾ കൂടുതൽ അനുഭവമുള്ളവർ. അപ്പോൾ അവരാണല്ലോ നമുക്ക് മാതൃകയാവേണ്ടത്. അല്ലാതെ അവർ എന്ത് വേണേലും ആകാം. അവർ പ്രായമുള്ളവരായതുകൊണ്ട് അവർക്ക് എന്ത് വേണേലും ആകാം. പ്രായം കുറവുള്ളവർ അതെല്ലാം കേട്ട് മിണ്ടാതിരിക്കണം. അത് ശരിയായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രായമായവർ, അങ്ങനെയുള്ള ചിന്താഗതിയുള്ളവരെന്താണ്, ആവശ്യമില്ലാതെ ആരുടെയും കാര്യത്തിൽ ഇടപെടരുത്, ഒന്നിനും വലിയ അഭിപ്രായം പറയാൻ പോവുകയും ചെയ്യരുത്. ഈ പ്രായമായവർ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല, എനിക്ക് ഇത്രയും പ്രായമായി, അതുകൊണ്ട് ഇനി എനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇടപെടേണ്ട കാര്യമില്ല, ഞാൻ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുന്നതും എടുത്ത് കഴിച്ച് എന്നെക്കൊണ്ട് പറ്റുന്ന ജോലികളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക, ഇങ്ങനെ ചിന്തിക്കണം അല്ലേ? ചിലരാണെങ്കിൽ ഇങ്ങനെ ചില വീടുകളിലൊക്കെ ഈ അച്ഛൻ്റെ അച്ഛനോ അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മ ഒക്കെ കാണും. ഇച്ചിരി പ്രായമുള്ളവരാണെങ്കിലും കാണും, ചിലപ്പോൾ 80, 90, 95, 100 വയസ്സൊക്കെ കാണും. പക്ഷേ അവരുടെ നാക്കിനൊരു പ്രശ്നവും കാണില്ല. ചിലർക്ക് വയ്യാഴികളൊന്നും കാണത്തില്ല, അവരവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നവരൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് പുതിയ തലമുറകളോട് വല്ലാത്തൊരു പുച്ഛം പോലാണ്. കാരണം ഇവരുടെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും ഏകദേശം തീർന്നിരിക്കുകയാണ്. ഇനി ഏത് നിമിഷവും മരണത്തെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് ചില ജീവിതത്തിൽ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടായി കാണും. അതുകൊണ്ടൊക്കെ ഇവർക്ക് മറ്റുള്ളവരുടെ ജീവിതവും ആ രീതികളൊക്കെ കാണുമ്പോൾ ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം അവരുടെ ജീവിതത്തിൽ ഉള്ള രീതികളൊന്നുമല്ല ഇപ്പോഴത്തെ രീതി അല്ലേ. അവർ ഭർത്താവും കുട്ടികളുമായിട്ട്, അല്ലെങ്കിൽ ഭാര്യയും കുട്ടികളുമായി ജീവിച്ചിരുന്ന ഒരു രീതിയേ അല്ല ഇപ്പോഴത്തത്. അപ്പം ചിന്തിക്കുന്നത്, ഞങ്ങളങ്ങനെയൊക്കെയാണ് ജീവിച്ചത്, ഇവരതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണോ ജീവിക്കുന്നത് എന്നിട്ടുള്ള അങ്ങനെയുള്ള ഓരോരോ ചിന്തകളുണ്ടാവുന്നത്. അപ്പോൾ അനാവശ്യമായിട്ട് കൊച്ചുമക്കളുടെയോ അല്ലെങ്കിൽ മക്കളുടെയൊക്കെ കാര്യത്തിൽ ഇടപെടാൻ തുടങ്ങും. അപ്പോഴെന്താണ്, അത് പ്രശ്നമുണ്ടാവും. അപ്പം അനാവശ്യമായിട്ട് അവരുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നതല്ലേ നല്ലത്. പ്രായമായവർ ഞങ്ങൾക്ക് പ്രായമായി എന്ന് മനസ്സിൽ കരുതി അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. അങ്ങനെ ഇടപെടാതിരുന്നാൽ വീട്ടിൽ പലപ്പോഴും കലഹങ്ങൾ വഴിമാറിപ്പോവും. ഇത് അങ്ങോട്ട് തിരിയാൻ പാടില്ല, ഇങ്ങോട്ട് തിരിയാൻ പാടില്ല, ബൈക്കിൽ പോകാൻ പാടില്ല, സന്ധ്യ കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങാൻ പാടില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന കുറേ അമ്മൂമ്മമാരെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ആരോഗ്യം ഇവിടെ അമ്മൂമ്മയൊന്നും ഇല്ല കേട്ടോ. എൻ്റെ അച്ഛൻ്റെ അമ്മയും ജീവിച്ചിരിപ്പില്ല, അമ്മയുടെ അമ്മയും ജീവിച്ചിരിപ്പില്ല. ഇവിടെ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ചിലർക്ക് ഈ ചില അമ്മമാർക്ക് പെൺമക്കളുടെ കാര്യത്തിൽ, പെൺമക്കളുടെ കുടുംബകാര്യത്തിലൊക്കെ കൂടുതലായിട്ട് ഇടപെടും കുറച്ച് അമ്മമാർ. അതൊക്കെ തീർച്ചയായിട്ടും അപകടം ഉണ്ടാക്കുന്നത് വെച്ചാൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. അപ്പം പ്രായം എന്ന് പറയുന്നത് എന്തും പറയാനും ചെയ്യാനുമുള്ള ലൈസൻസ് അല്ല. പിന്നെ മോശമായ പെരുമാറ്റം നടത്തുന്ന ചില അപ്പൂപ്പന്മാരുണ്ട്. നമ്മൾ ന്യൂസിലൊക്കെ ചിലപ്പം കേൾക്കാറും കാണാറുമുണ്ട്. തങ്ങളുടെ കൊച്ചുമക്കളുടെ പ്രായമേ കാണത്തുള്ളൂ, അവരോട് അനാവശ്യമായ സംസാരങ്ങളും കാര്യങ്ങളുമായിട്ട് പോകുന്നവരുണ്ട്. അതൊക്കെ നമ്മളൊരു പക്ഷേ ചിലപ്പോൾ ആ കുട്ടി, അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ആരും ആയിക്കൊള്ളട്ടെ, ഇപ്പം അതൊന്നും ഒരു പ്രശ്നമല്ലല്ലോ സമൂഹത്തിന്. അപ്പം നമ്മുടെ അപ്പൂപ്പൻ്റെ പ്രായം, നമ്മുടെ അപ്പൂപ്പനായിട്ട് ആ ഒരു രീതിയിലായിരിക്കും കൂടുതൽ സ്നേഹത്തോടെ ഇടപഴകുന്നത്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലായിരിക്കും ഈ കുട്ടികൾ കാണുന്നത്. പക്ഷേ അയാളുടെ മനസ്സിൽ വേറെയാണ് ചിന്ത. പക്ഷേ അയാളുടെ പ്രായം
വെച്ചിട്ട് മുതലെടുക്കുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ട് അല്ലേ. എന്നാണ് പറയുന്നത്, പ്രായം എന്തിനും ഒരു ലൈസൻസ് ആയിട്ട് കൊടുക്കുന്നത് ശരിയല്ല, അതെന്ത് കാര്യത്തിലായാലും. ഓക്കെ.